ഹലോ ഗായ്സ്, സസ്രി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെറിയൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ എളുപ്പത്തിൽ തേങ്ങ ചിരകി എടുക്കാം എന്നുള്ളതാണ്. തേങ്ങ ചിരകാൻ മടിയുള്ളവർക്ക് മുന്നിൽ ഇത് സമർപ്പിക്കുന്നു. അപ്പം നമ്മൾ 2 തേങ്ങ ഫ്രീസറിൽ 2 ദിവസം വെക്കാം. 2 ദിവസം വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രം നിറയെ വെള്ളം എടുത്തിട്ട് അത് മുങ്ങിക്കെടുക്കാൻ പാകത്തിൽ നമ്മളത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. 2 ദിവസം ഫ്രീസറിൽ വെച്ചിരിക്കണം. അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒരു അരമണിക്കൂറിന് ശേഷം അതിൻ്റെ ചുറ്റും ഒന്ന് ഒരു വെട്ടുകത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് മേടിക്കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗവും ചെറിയ തോതിലൊന്ന് ആക്കി കൊടുത്ത് നമ്മൾ പൊളിച്ചെടുക്കുമ്പോൾ ഈ സ്റ്റൈലിൽ കിട്ടും. അതിൽ തേങ്ങയുടെ വെള്ളമാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ചിലപ്പോൾ ഫുള്ളായിട്ട് പോരും, ചിലപ്പോൾ പോന്നിട്ടുണ്ടാവില്ല. ഫുള്ളായിട്ട് പോകുന്ന ഭാഗം നമുക്ക് വേഗം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. എന്നിട്ട് പിന്നെ പോരാത്ത ഭാഗം പെട്ടെന്ന് ഇനി വേണമെങ്കിൽ കളർ തോന്നാതിരിക്കുക അതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് കളയാം. അതല്ലാത്തവർക്ക് അടിക്കാം. ഞാൻ എടുത്ത് കളയാറില്ല. അങ്ങനെ തന്നെ ഇതിങ്ങനെ സൈഡിൽ കൂടെ ഒന്ന് ആക്കി കൊടുത്ത് ചെറുതായിട്ട് ആക്കി കഴിഞ്ഞാൽ എത്രയും വേഗം അത് അതിൽ നിന്നുകൊണ്ട് പോരും. അപ്പോൾ നമുക്ക് ഏറ്റവും കാലത്തത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാണ് ചട്നി ഉണ്ടാക്കുക, ദോശകൾക്കൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് തേങ്ങ ചിരകേണ്ട മടി ആലോചിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ എന്ത് പണിയും ചെയ്യാം, തേങ്ങ ചിരകാൻ ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് ഇതാവുമ്പോൾ പെട്ടെന്ന് കാലത്തത്തെ പണിയും ചെയ്യും. കുറച്ച് തേങ്ങ എടുക്കുള്ളൂ. ചിരകി വെച്ചതിൽ നിന്ന് നമുക്ക് അധികം എടുക്കാൻ തോന്നില്ല. ചിരകുമ്പോൾ ഒരു അരമുറിയൊക്കെ ചിരകും. ഇതാവുമ്പോൾ കുറേശ്ശെ എടുക്കുള്ളൂ. അങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം നമുക്കത് ഗ്രൈൻഡറിലിട്ടിട്ട്, ചെറിയ ഗ്രൈൻഡറാണെങ്കിൽ ഇപ്പോൾ ഇതൊരു 2 തേങ്ങ ഉണ്ടാവും. ചെറിയ ഗ്രൈൻഡറാണെങ്കിൽ നമുക്കൊരു 3 പ്രാവശ്യം 4 പ്രാവശ്യം അടിക്കാനുള്ളത് ഉണ്ടാവും. അങ്ങനെ നമ്മളത് ഗ്രൈൻഡറിലേക്ക് മന്ദം കുറച്ചിടുകയാണ്. ഫുള്ളാക്കിയത് ഒരു മുക്കാൽ ഭാഗം അടിയണമല്ലോ അതിന്. അങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് നന്നായി അടിക്കരുത്. ഒന്ന് ചമ്മന്തിക്കൊക്കെ ആക്കണ പോലെ ആണ് അടിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മളത് പാലെടുക്കാം. പിന്നെ മിക്സിയിലിട്ടിട്ട് അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് അടിച്ചെടുക്കണം. ഇങ്ങനെ തന്നെ പിഴിഞ്ഞെടുക്കാൻ പാടില്ല, അപ്പോൾ പാലുണ്ടാവില്ല. അങ്ങനെ നമുക്ക് 2 തേങ്ങ ഇപ്പോൾ ഇത്രയും കിട്ടി. ഞാനൊരു 5 തേങ്ങ 6 തേങ്ങ ഒക്കെ ഇതുപോലെ ചിരകി വെച്ചാൽ നമുക്കൊരു 1.5 മാസം ഉപയോഗിക്കാൻ പറ്റും. അതിൽ കുറച്ച് എടുക്കണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം, കുറേ എടുക്കണമെങ്കിൽ പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ ഇത് കുറച്ചൊക്കെ തിന്നും പോവും. പിന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ തേങ്ങ റെഡിയായി. പിന്നെ കുറച്ച് ദിവസത്തേക്ക് പേടിക്കാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ.